ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ഹല്ലേലൂയ. ഇവിടെ നാം വായിക്കുന്ന വാക്യം ഹല്ലേലൂയ സ്തോത്രം. ദേശം ഹല്ലേലൂയ സ്തോത്രം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദേശത്തെ നശിപ്പിച്ച് കളയാതിരിക്കേണ്ടതിന് ദൈവത്തോട് ഹല്ലേലൂയ മധ്യസ്ഥത ചെയ്യുവാൻ, അപേക്ഷിക്കുവാൻ, ഇടിവിൽ നിൽക്കുവാൻ ആരുണ്ട് എന്ന് കർത്താവ് അന്വേഷിക്കുന്ന ഒരു വാക്യമാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ ഹല്ലേലൂയ അതെന്താണ് കാരണം എന്ന് അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എളിവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശി അന്യായമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ നടക്കുന്ന സംഭവങ്ങളാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിൻ്റെ ഒരു ലിസ്റ്റ് 22-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നാം വായിക്കുന്നു. എന്നിട്ട് അതിന് കൂട്ടു നിൽക്കുന്നത് അവിടുത്തെ ഹല്ലേലൂയ സ്തോത്രം പുരോഹിതന്മാരും കള്ളപ്രവാചകന്മാരുമാണ്. ഹല്ലേലൂയ. അതിൻ്റെ സ്തോത്രം 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എൻ്റെ ശബത്തുക്കളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. അടുത്ത വാക്യം. അതിൻ്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീർന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിവാനും ദേഹികളെ നശിപ്പിപ്പാനും നോക്കുന്നു. ഇവിടെ സംഭവിക്കുന്നതൊക്കെ വിരുദ്ധമായി, ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ദേശം നശിച്ചുകൊണ്ടിരിക്കുന്നു, ദേശം ഞെരുക്കം അനുഭവിക്കുന്നു, ദേശത്തെ ജനം പീഡിപ്പിക്കപ്പെടുന്നു, ദേശം ഹല്ലേലൂയ സ്തോത്രം ദരിദ്രനെയും അനാഥനെയും ഒക്കെ ഉപദ്രവിക്കുന്നു, അന്യായം സംഭവിക്കുന്നു, മ്ലേച്ഛതകൾ സംഭവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ദേശത്തിലെ പ്രഭുക്കന്മാരും ദേശത്തിലെ പുരോഹിതന്മാരും കള്ളപ്രവാചകന്മാരും എന്താ ചെയ്യുന്നത്? സ്വന്തം ലാഭം നോക്കുകയാണ്. സ്തോത്രം. സ്വന്തം ലാഭത്തിന് വേണ്ടി കള്ളപ്രവചനം നടത്തുകയാണ്. സ്തോത്രം. എന്താ ചെയ്യുന്നത്? അതിലെ പ്രവാചകന്മാർ 28-ാമത്തെ വാക്യം. അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിക്കുന്നു. സ്തോത്രം. കള്ളപ്രശ്നം പറയുന്നു. സ്തോത്രം. എന്താണ് വ്യാജം ദർശിക്കുകയും കള്ളപ്രശ്നം പറയുകയും ചെയ്യുന്നത്? നാളത്തെ സമൃദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. സ്തോത്രം. സ്തോത്രം. നാളെ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇന്നത് സമൃദ്ധി ദൈവം തരും. നീ ഹല്ലേലൂയ ഇന്ന് കാണുന്നത് പോലെയല്ല. നിനക്ക് ഹല്ലേലൂയ ഇന്ന് കാണുന്ന വീടല്ല, ഇന്ന് കാണുന്ന ജോലിയല്ല, നിന്നെ ദൈവം വലിയൊരു സമൃദ്ധി നിനക്ക് തരും. ഇവിടെ നിനക്ക് ലക്ഷങ്ങൾ കോടികൾ നീ സമ്പാദിക്കും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളപ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വ്യാജ പ്രശ്നം പറഞ്ഞുകൊണ്ട് ജനത്തെ വഞ്ചിക്കുന്ന ഒരു സമൂഹം ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. നമ്മത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ. പ്രിയരെ, നാം ശരിക്കും കണ്ണ് തുറന്ന് തിരുവചനവും ഈ ദേശത്ത് നടക്കുന്ന കാര്യങ്ങളും നമ്മുടെ രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളും നാം വ്യക്തമായിട്ട് നോക്കിയാൽ ഇതിന് ഘടകവിരുദ്ധമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നാളെക്കുറിച്ച്, ഒരു സമൃദ്ധിയെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷ വേണ്ട. സ്തോത്രം. ദൈവത്തിന്റെ വചനം നമ്മെ വിളിച്ചറിയിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ആ രണ്ടാമത്തെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു. ഇനി നാം സമൃദ്ധിയുടെ പുറകെ ഓടിയത് മതി. ദൈവം തരുന്നത് മതി എന്ന് വെക്കണം. ഹല്ലേലൂയ. ആമേൻ. നമുക്കൊരു ഉത്തരവാദിത്വം തന്നിരിക്കുക. ഹല്ലേലൂയ. നമ്മെ പുരോഹിതന്മാരാക്കി, പ്രവാചകന്മാരാക്കി ദൈവം നിയമിച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഈ ലാഭമുണ്ടാക്കാനോ ഈ സുഖസൗകര്യങ്ങളിൽ രസിക്കുവാനോ അല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അശുദ്ധം എന്താണ്, അശുദ്ധമായത് എന്താണ്, വിശുദ്ധമായത് എന്താണെന്നും മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കാതെ, സ്തോത്രം, കള്ളപ്രവാചകന്മാർ സഭയെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാ, വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാ. നാളത്തെ സമൃദ്ധിയെക്കുറിച്ച് അവരുടെ കണ്ണ് ഹല്ലേലൂയ സ്തോത്രം സമൃദ്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവരെ വഞ്ചിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. അടുത്ത വർഷത്തെ സമൃദ്ധിയെക്കുറിച്ച് 2 വർഷം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നിനക്ക് ഇന്നത് ലഭിക്കും, നിനക്ക് അത് ലഭിക്കും, നിനക്ക് ഇത് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ജനത്തിന്റെ പാപത്തിന് കുമ്മായം തേക്കുകയാ. ഒരു ആത്മഭാരം ജനത്തിന്റെ ഇടയിലേക്ക് ഇടാതെ, സ്തോത്രം, നശിച്ചുകൊണ്ടിരിക്കുന്ന ദേശത്തെക്കുറിച്ച് പറയാതെ, ഹല്ലേലൂയ ദേശം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ പോലെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അവരുടെ ഇടയിൽ സമൃദ്ധി പ്രവചിക്കുന്ന, കള്ളപ്രവചനം നടത്തുന്ന ഹല്ലേലൂയ കള്ളപ്രവാചകന്മാർ. ഹല്ലേലൂയ. നാം ഓരോരുത്തരും അങ്ങനെയുള്ളവരെ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? എന്താണ്? ദേശം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? കർത്താവ് പറയുകയാണ്, സ്തോത്രം, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി
എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ഞാൻ കണ്ടെത്തിയിട്ടില്ല. ഒരാൾ പോലും ഇല്ല എന്നുള്ള വാർത്ത നമ്മെ നിരാശപ്പെടുത്തണം, നമ്മെ പേടിപ്പിക്കണം. ഹല്ലേലൂയ. ദൈവം ഒരാളെ അന്വേഷിച്ചിട്ട്, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരാളെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മെ രക്ഷിച്ചത് എന്തിനാണ്? ദൈവം നമ്മെ വിടിവിച്ച് തൻ്റെ രാജ്യത്തിലാക്കി വെച്ചത് എന്തിനാണ്? നമ്മെ രാജ്യവും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആക്കി വെച്ചത് എന്തിനാണ്? ഹല്ലേലൂയ. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ദേശത്തിന് നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി കരയുവാൻ, പീഡിപ്പിക്കപ്പെടുന്ന സ്തോത്രം ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അല്പസമയം നമുക്ക് മാറ്റിവെക്കണം. ഹല്ലേലൂയ. നമ്മൾ സുരക്ഷിതമായ സ്ഥാനത്താണെന്ന് നാം വിചാരിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ സുരക്ഷിതമായ സ്ഥാനത്താണെന്ന് നാം വിചാരിക്കരുത്. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: മൊർദെഖായി എസ്തേറിനോട് മറുപടി പറയാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കണ്ട. സ്തോത്രം. നോക്കുക, യഹൂദന്മാർ നശിക്കുവാൻ പോവുകയാണ്. യഹൂദന്മാരെ നശിപ്പിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഇതേ കൽപ്പന പണ്ട് ഹല്ലേലൂയ നെബൂഖദ്നേസറിന്റെ കാലത്ത് പുറപ്പെടുവിച്ചു. നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാത്ത സകല മനുഷ്യരും മരിക്കണം, തീച്ചൂളയിൽ വീണ് മരിക്കണം. ഹല്ലേലൂയ. കൽപ്പന പുറപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തും കൽപ്പന പുറപ്പെട്ട് കഴിഞ്ഞു. സ്തോത്രം. അവർ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാത്ത, അവരുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏവരും നശിക്കണം, മരിക്കണമെന്നുള്ള കൽപ്പന പുറപ്പെട്ടു കഴിഞ്ഞു. നാം അത് തിരിച്ചറിയുവാൻ വൈകിപ്പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ ഉത്തരവാദിത്തം എന്താ? ഹല്ലേലൂയ. സ്തോത്രം. ഈ എസ്തേറിനോട് പറയുകയാണ്, നീ രാജധാനിയിൽ ഇരിക്കിയാൽ, നീ രാജ്ഞിയായിട്ട് ഇരിക്കുകയാണ്, നിന്നെ രാജ്ഞിയാക്കി വെച്ചതിന് ഉദ്ദേശമുണ്ട്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പക്ഷേ നീ അത് തിരിച്ചറിയാതെ നീ രാജ്ഞിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാനല്ല. എല്ലാ യഹൂദന്മാരിലും വെച്ച് നീ രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് വിചാരിക്കണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകുമെന്ന് പറയുക. സ്തോത്രം. തൻ്റെ ജനം പീഡിപ്പിക്കപ്പെടുകയാണ്. തൻ്റെ ജനത്തെ കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഒരാളെ പോലും ബാക്കി വെക്കാതെ സകലത്വം നശിപ്പിച്ച് കളയുവാൻ കൽപ്പന പുറപ്പെട്ടു കഴിഞ്ഞു. രാജാവിന്റെ മുദ്ര വെച്ച് കൽപ്പന പുറപ്പെടുവിച്ച് കഴിഞ്ഞു. പക്ഷേ നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് ഒരു പക്ഷേ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണം ഉണ്ടാകും. നാം ഈ കാണുന്ന പീഡിപ്പിക്കപ്പെടുന്ന ജനത്തിന്, നശിച്ചു പോകുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ആ ജനത്തിന് ഒരു ഉദ്ധാരണം മറ്റൊരിടത്തു നിന്ന് ദൈവം കൊടുക്കും. പക്ഷേ നാമും നമ്മുടെ പിതൃഭവനവും എങ്ങനെയായിരിക്കും? ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ? ഹല്ലേലൂയ. വ്യക്തമായി നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മെ രാജകീയ പുരോഹിതന്മാരാക്കി, അല്ലെങ്കിൽ പുരോഹിത വർഗമാക്കി നമ്മെ നിയമിച്ചു വച്ചിരിക്കുന്നത് ആ പദവിയിൽ സുഖിക്കാനല്ല, ആ പദവിയിൽ രസിക്കാനല്ല. ഹല്ലേലൂയ. നമുക്കൊരു ഉത്തരവാദിത്വം വ്യക്തമായിട്ടുണ്ട്. നമുക്കവിടെ പോയി ഹല്ലേലൂയ എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷേ നമുക്ക് അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ കഴിയും. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ലാഭം ഉണ്ടാക്കുവാൻ, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് രാത്രികാലങ്ങളിൽ കരയുവാൻ നമുക്ക് കഴിയും. പക്ഷേ ഒരാത്മഭാരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. ഒരാത്മഭാരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു, സിയോൻ പുത്രിയുടെ മതിലേ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നോക്കുക, ആ മതിലിനോട് പറയുക, സിയോൻ പുത്രിയുടെ മതിലേ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. എന്താണ്? നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമുലർത്തുക. സ്തോത്രം. നോക്കുക, ദേശത്തെ ജനം അനുഭവിക്കുന്ന ആ കഷ്ടതകൾ അവിടെ വിവരിക്കുകയാണ്. ഹല്ലേലൂയ. അമേൻ, അമേൻ, അമേൻ. മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, ആലയമില്ല, സകലവും ഇടിച്ച് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അതിന് നടുവിൽ സ്വസ്ഥമായി ഉറങ്ങാൻ അവർക്ക് കഴിയുന്നില്ല. സ്തോത്രം. സ്വന്തം ദേശം നശിച്ചു പോകുന്നത് കാണുവാൻ, കണ്ട് രസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയുന്നില്ല. രാത്രികാലം എഴുന്നേറ്റ് കരയുവാനുള്ള ആഹ്വാനമാണ് അവിടെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ ഈ കാലത്തെ നോക്കി നമുക്കും ഹല്ലേലൂയ അത് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരു ദൈവത്തിന്റെ പൈതൽ ഏറ്റവും ഹല്ലേലൂയ സ്തോത്രം ഏറ്റവും കൂടുതൽ കരയേണ്ട സമയങ്ങളാണിത്. ഹല്ലേലൂയ. സ്വന്തം വിഷയത്തിന് വേണ്ടിയല്ല,
സ്വന്തം ഹല്ലേലൂയ സ്തോത്രം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഇന്ന് ദേശത്തെ ഹല്ലേലൂയ ഇന്നത്തെ എന്താണ് ഹല്ലേലൂയ സ്വന്തം സുഖങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നല്ല നാം ആലോചിക്കേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഈ നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ മതിൽ തകർന്നു കിടക്കുകയാ, അതിനൊരു മതിലായി നിന്നുകൊണ്ട് ഹല്ലേലൂയ ഒരു മതിൽക്ക്, പ്രാർത്ഥനയുടെ മതിൽ കെട്ടി ഹല്ലേലൂയ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടതിന്, നശിച്ചു പോകുന്നവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടതിന്, അല്ലെങ്കിൽ ഹല്ലേലൂയ കഷ്ടപ്പെടുന്ന പീഡിപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് വേണ്ടി കരയേണ്ടതിന്. ഇന്ന് നോക്കുക, അനേകരെ ജയിലിൽ അടച്ചിരിക്കുകയാണ്, അനേക ദേവദാസന്മാരെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അവർ കൊലപാതകികളായതുകൊണ്ടല്ല, പാപം ചെയ്ത് തെറ്റ് അല്ലെങ്കിൽ ഒരു നിയമത്തിന് വിരോധമായി തെറ്റ് ചെയ്തത് കൊണ്ടല്ല. ഹല്ലേലൂയ. യേശു എന്ന നാമം ഉച്ചരിക്കുന്നത് കൊണ്ട്, യേശുവിൻ്റെ നാമം ഉയർത്തുന്നത് കൊണ്ട്, യേശു ഏക രക്ഷകൻ എന്ന് പറയുന്നത് കൊണ്ട് ഹല്ലേലൂയ അത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. യേശു അവരുടെ ദൈവങ്ങളിൽ ഒരു ദൈവമാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹല്ലേലൂയ യേശു ഒരു രക്ഷകനാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ യേശുവാണ് ഏക രക്ഷകൻ എന്ന് പറയുന്നത് കൊണ്ട് അത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നോക്കുക, ഞാൻ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാത്ത എല്ലാവരും നശിക്കണമെന്ന് നെബൂഖദ്നേസറിന്റെ കൽപ്പന പുറപ്പെടുവിച്ചതുപോലെ ഇപ്പോഴും കൽപ്പന പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഉറങ്ങുവാൻ, നമുക്ക് ഹല്ലേലൂയ രസിക്കുവാൻ, നമുക്ക് ഒന്നിനും രസിക്കുവാൻ നമുക്ക് സമയങ്ങളില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഹല്ലേലൂയ നാം ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യെഹെസ്കേൽ പ്രവചനം 22:14 പറയുകയാണ്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? എസ്തറിനെ പോലെ അവന്റെ സന്നിധിയിൽ ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ രാജാവിന്റെ മുമ്പിലോട്ട് ചെല്ലുവാനുള്ള ധൈര്യം. ആമേൻ. സ്വന്തം ജനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. ആമേൻ. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ അവൾ തയ്യാറായി, ആ രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ അവൾ തയ്യാറായി. ഹല്ലേലൂയ. അങ്ങനെ അവർക്ക് രക്ഷയുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ നമുക്കും ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലാം. അല്പസമയങ്ങൾ കർത്താവിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് മാറ്റിവെക്കാം. പീഡിപ്പിക്കപ്പെടുന്ന ജനത്തിന് വേണ്ടി, നശിച്ചു പോകുന്ന രാജ്യത്തിന് വേണ്ടി, വെട്ടിമുറിക്കപ്പെടുന്ന ജാതിയുടെ പേരിൽ, വംശത്തിന്റെ പേരിൽ, ഹല്ലേലൂയ ദൈവങ്ങളുടെ പേരിൽ വെട്ടിമുറിക്കപ്പെടുന്ന നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. അതിനുവേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.